നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാറ്റാ സമരം ഡൽഹിയെ ഇളക്കി മറിക്കുകയാണ്, രാജ്യത്ത് ജനപിന്തുണയേറുന്നു, എങ്ങനെയൊക്കെയാണ് മലയാള മാധ്യമങ്ങൾ പറയുന്നത്, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ്. ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് തന്നെ തത്വമൈ ന്യൂസ് ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു പരാമർശങ്ങളുണ്ടാകും, അതിലേക്ക് വിശദമായി പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രശ്നം ഈ പാറ്റാ സമരം സത്യത്തിൽ ഡൽഹിയെ ഇളക്കി മറിക്കുകയാണ്. ഒരു തരത്തിൽ ഡൽഹിയിൽ ഇപ്പോൾ സംഘർഷഭരിതമായിട്ടുള്ളൊരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം വിജയകരമായിട്ട് അവരുടെ പദ്ധതികൾ നടപ്പാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സംശയങ്ങളുണ്ട്. പക്ഷേ ഇതിന് പല ഭാഗത്തു നിന്നും, രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഡൽഹിയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് നേരിട്ടുള്ള ഇടപെടലുകളിലൂടെ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന ശ്രമങ്ങളായാലും, ഈ സെലിബ്രിറ്റികൾ, സിനിമാ താരങ്ങളെ ഉൾപ്പെടെയുള്ളവർ, സിനിമാ താരങ്ങൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ആങ്കേഴ്സ്, അത്തരത്തിലുള്ള ആളുകളെ ഇടപെടുത്തി കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നതായാലും, ആ ശ്രമങ്ങൾ ഏതാണ്ട് ഏകീകൃതമായി തന്നെ ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതി നടപ്പാക്കുവാനുള്ള എല്ലാ ഘടകങ്ങളും ഒന്നിച്ചു കൂടുന്നത് പോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ഘടകങ്ങളൊന്ന് പരിശോധിക്കുകയാണ് ഓട്ടപ്രദക്ഷിണം ഇന്ന്. ഇത് കൃത്യമായിട്ടുള്ള ഒരു വാർത്തയല്ല, പല ചെറിയ ചെറിയ വാർത്തകളുടെ ഒരു വിശകലനമാണ് ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം. അതിലാദ്യത്തേത് മലയാള സിനിമാ താരം ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസിൻ്റെ ഒരു പ്രസ്താവന ഈ ദിവസം വന്നിരുന്നു. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന CJP പ്രവർത്തകരെ നേരിടേണ്ടത് ജനാധിപത്യ വിരുദ്ധമായ രീതിയിലല്ല, അടിച്ചൊതുക്കി അവർ പൊതുമുതലൊന്നും നശിപ്പിച്ചില്ലല്ലോ എന്നുള്ള വലിയ ആത്മവ്യഥയോടുകൂടി, ദുഃഖത്തോടുകൂടി, കണ്ണീരൊഴുക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇന്ന് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ടൊവിനോ തോമസിന് അറിയാത്തതല്ല. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കുന്ന ആർക്കും, കാരണം ഇവരൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്. കാരണം ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾക്കും പരസ്യങ്ങൾക്കും ഒക്കെ വരുമാനവും കൂടുമെന്നുള്ള തരത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. പാറ്റകളുടെ ഇന്നലത്തെ പ്രതിഷേധത്തിൽ 20ഓളം പോലീസ് വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടു, 118ഓളം പോലീസുകാർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. അത്തരത്തിൽ കല്ലേറുണ്ടായി. അത്തരത്തിലുള്ള പല വാർത്തകളും ഇന്ന് തന്നെ തത്വമൈ ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു, വീഡിയോകളോടെ, തെളിവുകളോടെ. ഇതിൻ്റെ അകത്തും ഈ ഓട്ടപ്രദർശനത്തിലും ഒരു വീഡിയോ പ്രേക്ഷകരെ കാണിക്കാം, ചില ചിത്രങ്ങളും കാണിക്കാം, ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാകും ആരാണ് കല്ലേറ് തുടങ്ങിയത്. ഇന്നലത്തെ ഈ ഒരു പ്രതിഷേധം തുടങ്ങുന്നതിന് മുമ്പ് പാറ്റകളുടെ നേതാവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അഭിജിത് ദിപ്കെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക, നമ്മൾ മാർച്ച്, ചലോ സൻസദ് മാർച്ച് തുടങ്ങുകയാണ്, പാർലമെൻറ്റിലേക്കുള്ള മാർച്ച് തുടങ്ങുകയാണ് എന്നുള്ള പ്രസംഗം നടക്കുന്നതിനിടെ ഒരു പോലീസുകാരനെ പാറ്റകൾ ആക്രമിക്കുന്നതും അയാളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ശിരോകവചം മാറ്റുകയും ഒക്കെ ചെയ്ത് തല്ലുന്നതുമൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ. അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നീട് അത് കല്ലേറുകളിലേക്ക് നീങ്ങുകയും ലോറികളിൽ കല്ലുകൊണ്ടുവന്നിട്ടാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പ്രതിഷേധക്കാരെ നേരിട്ടതെന്ന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞതും പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. അതും കൃത്യമായിട്ട് തന്നെ പ്രതിഷേധക്കാരാണ് വലിയ കല്ലുകളുമായി എത്തി ആളുകളെ നിരത്തി നിർത്തി പോലീസുകാരെ കല്ലെറിയുവാൻ ശ്രമിച്ചത്. 12ഉം 11ഉം ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ പ്രതിഷേധത്തിന് ഇറക്കി അവരുടെ പിന്നിൽ നിന്ന് കല്ലേറ് നടത്തി പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും പോലീസുകാർ അതുകൊണ്ട് തിരിച്ച് പ്രതികരിച്ചു എന്നുള്ളത് സത്യമാണ്. അതിനിടയിൽ ഇപ്പോൾ ഈ പ്രതിഷേധക്കാരുടെ, പാറ്റകളുടെ ഉന്നത നേതൃത്വത്തിൻ്റെ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു പ്രധാന കുഴപ്പക്കാരുടെ ഒരു രഹസ്യ ചാറ്റ് എന്നുള്ള രീതിയിലൊരു സീക്രട്ട് ആപ്ലിക്കേഷൻ, ഒരു വാട്സപ്പൊക്കെ പോലെ സ്വകാര്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ്റെ ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ആ ചാറ്റിൽ അവർ പറയുന്നത് ഈ പ്രതിഷേധത്തിൽ ഒരാളെങ്കിലും മരിച്ചാൽ അത് സർക്കാരിൻ്റെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നാണ്. ആ ചാറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും പ്രേക്ഷകരോട് ഞാൻ പങ്കുവയ്ക്കാം. അത്ര വ്യക്തമല്ല, കാരണം വളരെ സൂക്ഷ്മതയോടുകൂടി പെട്ടെന്ന് ധൃതി പിടിച്ച് ആരോ എടുത്ത് പുറത്താക്കിയൊരു ചാറ്റാണ്. ഡൽഹി പോലീസ് ഇതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ്. ഇപ്പോൾ ഓരോ ചാറ്റുകളും പരിശോധിക്കുന്നുണ്ട്. നിരവധി FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇത് ഒരു ഭാഗത്തുള്ള ശ്രമം. മറുഭാഗത്ത് പല ഇൻഫ്ലുവൻസുകളെ, രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ളവരെ, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരമുള്ളവരെ, കുറച്ചെങ്കിലും പരിചിത മുഖങ്ങളെ ഇതിൻ്റെ ഈ പ്രക്ഷോഭത്തിൻ്റെ പിന്തുണക്കാരായി ഇറക്കുവാനുള്ളൊരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് ഹിന്ദി നടി സൊനാക്ഷി സിൻഹ ആണെങ്കിലും രഞ്ജിനി ഹരിദാസ് ആണെങ്കിലും അവരെല്ലാം ഒരേ സ്വരത്തിലാണ് ഈ പ്രക്ഷോഭമെന്ന് പറയുന്ന കലാപശ്രമത്തെ പിന്തുണയ്ക്കുവാൻ ശ്രമിക്കുന്നത്. മറുവശത്ത് കോൺഗ്രസ്സുകാരും ഈ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ കോൺഗ്രസ്സുകാരുടെ ഈ പ്രതിഷേധത്തിലേക്കുള്ള കുതിച്ചുചാട്ടത്തിൻ്റെ ഒരു സമയക്രമം ഞാനൊന്ന് പറയാം. ഇന്ന് രാവിലെ മല്ലികാർജുൻ ഖാർഗെയുടെ പിറന്നാളായിരുന്നു ഇന്ന്.
കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ അദ്ദേഹമാണെന്നാണല്ലോ വെപ്പ്. 89 90 പിറന്നാളോ എത്രയാവായിരുന്നു. അതിൻ്റെ ആഘോഷങ്ങളൊന്നും ഞാൻ നടത്തുന്നില്ല. കാരണം കുട്ടികളെ പോലീസ് മർദ്ദിച്ചതിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. അതുകൊണ്ട് എൻ്റെ പിറന്നാൾ ഞാൻ ആഘോഷിക്കുന്നില്ല എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വികാരാധീനനായി രാജ്യസഭയിൽ പ്രഖ്യാപിച്ചു. രാജ്യസഭാ നേതാവ് കൂടിയാണ് കോൺഗ്രസിൻ്റെ അദ്ദേഹം. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു, ശരി ആഘോഷിക്കേണ്ട എന്ന് BJPയും പറഞ്ഞു. അതിനുശേഷം കോൺഗ്രസ് ഒരു മിന്നൽ സമരം നടത്തി. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലേക്ക് പെട്ടെന്ന് ഇവർ ഓടിയെത്തി. കോൺഗ്രസിൻ്റെ MP-മാരും VD സതീശനും DK ശിവകുമാറും ഉൾപ്പെടെയുള്ള 2 സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം തുടങ്ങി. അതിനെ പോലീസ് ഇപ്പോൾ കൈകാര്യം ചെയ്ത് നീക്കിക്കഴിഞ്ഞു. അതിലേക്കും വരാം. പക്ഷേ ഈ മിന്നൽ സമരമുണ്ടല്ലോ, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങിയത്. VD സതീശൻ ഉൾപ്പെടെയുള്ളവർ കേരള ഹൗസിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലെത്തുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് വളരെ അടുത്താണ്. ആ ഔദ്യോഗിക വസതിയിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് 3:30 മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഇന്ന് ഉച്ചയ്ക്ക് 3:30 മല്ലികാർജ്ജുൻ ഖാർഗെ ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിറന്നാൾ ആഘോഷിച്ച് കേക്കൊക്കെ മുറിച്ച് അത് കഴിഞ്ഞൊരു തീരുമാനമെടുത്ത് പെട്ടെന്ന് എല്ലാവരും കൂടി ഓടി പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുൻപിലെത്തി കുത്തിയിരിക്കുകയായിരുന്നു. ഡൽഹി പോലീസിലെ പല ഉന്നതന്മാരുടെയും തൊപ്പി തെറിക്കുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം ഇത്തരത്തിലൊരു അനധികൃതമായിട്ടുള്ള ഒരു കടന്നുകയറ്റം അതീവ സുരക്ഷാ മേഖലയായ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കോൺഗ്രസ്സുകാരെ പോലുള്ള യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ മാന്യതയും പാലിക്കാതെ ഉള്ള ആളുകൾ പാർട്ടി നടത്തുമെന്നുള്ളത് ഡൽഹി പോലീസ് മുൻകൂട്ടി കണ്ടിട്ടില്ല. പ്രധാനമന്ത്രിയുടെ വസതിയുടെ ഒരു മീറ്ററുകൾക്കപ്പുറം അവരെത്തി എന്നുള്ളതാണ് പ്രശ്നം. ഗേറ്റിനപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല. കാരണം അവിടെ സുരക്ഷ വേറെ തലത്തിലേക്ക് മാറുകയാണ്. അത് പ്രശ്നമാകുമെന്ന് ഇവർക്കും അറിയാം. ഒടുവിൽ ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ ഇവരെ മാറ്റി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഈ കള്ളങ്ങളുടെ കൂട്ടത്തിൽ ഒരു കള്ളം, ചെറിയൊരു കള്ളമാണെന്ന് തോന്നുകയാണെങ്കിലും പിറന്നാൾ ആഘോഷിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച മല്ലികാർജ്ജുൻ ഖാർഗെയാണ്, രാജ്യസഭയിൽ പ്രഖ്യാപിച്ച മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ പോയി ആണ് ഇവർ കേക്ക് മുറിച്ചത്. ഈ വാർത്ത പുറത്തുവിട്ടത് തത്വമയുടെ എക്സ്ക്ലൂസീവ് വാർത്തയല്ല, ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഏഷ്യാനെറ്റിൻ്റെ ലോഗോ ഉള്ളതിനാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെ പ്രശ്നമുള്ളതിനാൽ കാണിക്കുന്നില്ല. പക്ഷേ അവരത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. അത് പ്രതിഷേധത്തിൻ്റെ ഇടയിൽ ഈ കോൺഗ്രസ്സുകാർ പോയിരുന്നുള്ള കുത്തിയിരിപ്പ് സത്യാഗ്രഹത്തെ അല്ലെങ്കിൽ കുത്തിയിരിപ്പ് പ്രതിഷേധത്തിനെ പോലീസുകാർ കൈകാര്യം ചെയ്യുന്ന വാർത്ത പ്രഖ്യാപിക്കുന്നതിൻ്റെ ഇടയിൽ, ലോകത്തെ അറിയിക്കുന്നതിൻ്റെ ഇടയിൽ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. പക്ഷേ സത്യം പുറത്തു വന്നു. ഇനി കോൺഗ്രസ്സുകാരുടെ ഈ മിന്നൽ സമരത്തിലേക്ക് വരാം. മിന്നൽ സമരത്തിൻ്റെ സമയത്ത് കേന്ദ്ര സർക്കാർ ആദ്യം വളരെ അനുഭാവപൂർവമായിട്ടുള്ളൊരു നയമാണ് ഇവരോട് സ്വീകരിച്ചത്. യൂണിയൻ മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ്, പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പ്രധാനമന്ത്രി നേരിട്ട് രാഹുൽ ഗാന്ധിയുമായി ചർച്ചയ്ക്ക് അയച്ചു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, VD സതീശൻ, DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ ആ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനും രേണുക ചൗധരിയും MP-മാരായിട്ടുള്ളവർ പ്രതിഷേധത്തിനുണ്ടായിരുന്നു. പക്ഷേ പോലീസ് കൈക്രിയ തുടങ്ങിയതോടുകൂടി രാജ്മോഹൻ ഉണ്ണിത്താനും രേണുക ചൗധരിയും അവിടെ നിന്ന് മാറിക്കളഞ്ഞു എന്നും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പരാമർശിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരുടെ കീർത്തി, വാർത്താ സംപ്രേഷണത്തിൻ്റെ ഒരു ചടുലതയും സത്യസന്ധതയും പ്രേക്ഷകരൊന്നും അറിയണം. ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരും. അപ്പോൾ രാഹുൽ ഗാന്ധിയെ ബലം പ്രയോഗിച്ചാണ് നീക്കം ചെയ്തത്. പക്ഷേ ഈ ജിതേന്ദ്ര സിംഗ് ചർച്ചയ്ക്കെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ നീറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണം. ഈ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നടപടി ഉണ്ടായതടക്കം ജിതേന്ദ്ര സിംഗ് അത് സമ്മതിച്ചു. തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാം. ഉടനെ രാഹുൽ ഗാന്ധി ഡിമാൻഡ് മാറ്റി, തൻ്റെ ആവശ്യങ്ങൾ മാറ്റി. പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ജിതേന്ദ്ര സിംഗ് പറഞ്ഞു നടക്കില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, ആദ്യം താങ്കൾ പറഞ്ഞത് ഇന്ന ആവശ്യമാണ്, അത് സർക്കാർ അംഗീകരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, ഇങ്ങനെ വാക്ക് മാറ്റുന്നത് ശരിയല്ല എന്ന് ജിതേന്ദ്ര സിംഗ് പറഞ്ഞപ്പോൾ എനിക്ക് സൗകര്യമുള്ളതുപോലെ ചെയ്യും എന്ന് ജിതേന്ദ്ര സിംഗിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി അവിടെ ഇരിക്കുകയായിരുന്നു അഹങ്കാരത്തോടു കൂടി. ജിതേന്ദ്ര സിംഗ് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം വന്ന വഴി മടങ്ങിയതിന് ശേഷം ഡൽഹി പോലീസ് അവരുടെ ജോലി ചെയ്തു. രാഹുൽ ഗാന്ധിയെ തൂക്കിയെടുത്ത് വണ്ടിക്കകത്തിട്ട്, രാഹുൽ ഗാന്ധി മാത്രമല്ല KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പോലീസിൻ്റെ നേരെ ആക്രോശിച്ചു ചെന്നിട്ട് ബോധം കെട്ട് വീഴുന്ന ദൃശ്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ദൃശ്യങ്ങൾ ഓരോന്നായി കാണിക്കാം പ്രേക്ഷകരെ. അത് കണ്ടിരിക്കണമല്ലോ. KC വേണുഗോപാൽ പോലീസിൻ്റെ അടുത്ത് ഇത് പറഞ്ഞ് മറ്റേ വിജയ് സ്റ്റൈലിലൊക്കെ ആക്രോശിച്ച് ചെല്ലുന്നു. പിന്നെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കണ്ട എന്നുള്ള രീതിയിൽ
സൈഡ് ചെരിഞ്ഞ് വീഴുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അഭിനയമായിരിക്കും, അടി കിട്ടുമെന്നുള്ള ഡൽഹി പോലീസുകാരൻ്റെ നേരെ ആക്രോശിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് ഡീൻ കുര്യാക്കോസിനെ MP-മാരെ ആദ്യം അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിൻ്റെ ഇടയിൽ ഡീൻ കുര്യാക്കോസ് ഒരു പോലീസുകാരൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. ഐ ആം MP, ക്യാ കർ റഹ തൂ. MP എന്നൊരു 10 തവണ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ ബസ്സിൻ്റെ അകത്തിട്ട് അവർ കൈകാര്യം ചെയ്തേനെ. ചിലപ്പോൾ കൈകാര്യം ചെയ്തിട്ടും ഉണ്ടാകും കേട്ടോ. ഇനി രാഹുൽ ഗാന്ധിയിലേക്ക് തിരികെ വന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ളവർ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ മൂക്കിലെന്തോ മുറിവേറ്റു, നഖം കൊണ്ട് പോറിയതോ മറ്റോ ആണ്, ഒരു ചുവന്ന പാട് കാണാം അവിടെ, തൂക്കി വാരിയെടുത്തുകൊണ്ട് പോകുമ്പോൾ 4 പേര്. പക്ഷേ രക്തം വന്നോ മൂക്കിന് പരിക്കേറ്റോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ PTIയുടെ ഒരു ദൃശ്യം എടുത്ത് സംപ്രേഷണം ചെയ്തപ്പോൾ വണ്ടിക്കകത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ശരീരത്തിൽ നിന്ന് മറ്റെന്തൊക്കെയോ പുറത്തു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്ന. ആ വീഡിയോയും ഞാൻ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. ഒരു മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ പുള്ളിയുടെ പാൻറ് മുഴുവൻ നനഞ്ഞിരിക്കുന്ന ഒരു രീതിയിലാണ്. പുള്ളിയെ വിമർശിക്കുന്ന ട്രോളന്മാർ പറയുന്നത് മൂത്രവിസർജനം നടത്തിയതാണ്. പോലീസുകാരുമായിട്ട് ആദ്യം ധീരതയോടെ പോരാടുമെന്ന് പറഞ്ഞ് പോലീസുകാർ പിടികൂടിയപ്പോൾ അറിയാതെ ഭയം കാരണം പുറത്ത് വന്നു പോയതാണ്. സംഭവിക്കാം, ആർക്കും സംഭവിക്കാം. കാരണം ഒരു അത്ര മനസ്ഥൈര്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിച്ചു പോകാം. ഇത്തരം സാഹചര്യങ്ങളിൽ സംഭവിച്ചു എന്ന് ഓട്ടപ്രദർശനം പറയുന്നില്ല. അങ്ങനെ ഒരു അവകാശവാദം ഞങ്ങൾക്കില്ല, അത് പറയുന്ന ട്രോളന്മാരാണ്. ചിത്രങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ഒരു സംശയം ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ അതിനെയും കുറ്റം പറയുവാൻ സാധിക്കില്ല. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞതുപോലെ കുടുകുടാ ചോര ഒഴുകിയില്ല, കുടുകുടാ മറ്റെന്തൊക്കെയോ പുള്ളിയുടെ ദേഹത്ത് നിന്ന് ഒഴുകിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇനി ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞാൻ പറഞ്ഞല്ലോ, ഒരാളെങ്കിലും മരിച്ചാൽ സമ്മർദ്ദം കൂടും എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. മോദി സർക്കാരിൻ്റെ അവസാന ദിനമെന്നാണ് ആ ചാറ്റ് ഗ്രൂപ്പിൻ്റെ പേര്. ശരി, അത്രയൊക്കെ നടക്കട്ടെ, അവരുടെ ആവശ്യം. അതിന് പോലീസുകാർ അവരുടെ ഒരു ആഗ്രഹങ്ങൾ, അവരുടെ ഒരു രഹസ്യ ഗ്രൂപ്പ്. കാരണം ഇൻ്റർനെറ്റ് വിച്ഛേദിച്ച് കഴിഞ്ഞാലും നമുക്ക് പരസ്പരം ആശയവിനിമയം നടത്തണമെന്നുള്ള രീതിയിൽ അവർ നിർമ്മിച്ചെടുത്തൊരു ആപ്പായിരിക്കും. പുതിയ പിള്ളേരല്ലേ, ചെയ്യട്ടെ. അതിനും അപ്പുറത്തേക്ക് ഒരു വ്യാജ പ്രചരണത്തിൻ്റെ തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടിരുന്നു. സുനിത വില്യംസ്, ബഹിരാകാശ യാത്രിക, അമേരിക്കൻ പൗരയായ ഭാരതീയ വംശജയായ സുനിത വില്യംസ് ജന്തർ മന്ദറിലെത്തി പ്രതിഷേധത്തിൻ്റെ ഭാഗമായി. മാഡം സുനിത വില്യംസ് ജന്തർ മന്ദറിലെത്തി. ഭാരതം മുഴുവൻ ഇതിന് പിന്നിൽ അണിനിരക്കുകയാണ്. സുഹാസിനി ഹൈദർ ഉൾപ്പെടെയുള്ള ഹിന്ദുവിൻ്റെ ഇടക്കാല ലേഖികയും ഒക്കെ ആയിട്ടുള്ള, ഹിന്ദുവിൽ ഇടയ്ക്കിടെ ലേഖനങ്ങൾ എഴുതുന്ന സുഹാസിനി ഹൈദർ ഉൾപ്പെടെയുള്ളവർ, സുബ്രഹ്മണ്യ സ്വാമിയുടെ മകളായ സുഹാസിനി ഹൈദർ ഉൾപ്പെടെയുള്ളവർ ആ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തിൽ അവർ പങ്കെടുത്ത, സുനിത വില്യംസ് പങ്കെടുത്തൊരു ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ഈ ഷെയർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിലൂടെ ഈ പാറ്റകൾക്ക് ജനപിന്തുണ ഏറുകയാണ് എന്നുള്ളൊരു വ്യാജ പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനിടയിൽ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ ഒരു വ്യാജ പ്രചരണം ഉണ്ടായിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നടപടി ഉണ്ടായപ്പോൾ അതിലൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലൊരു വ്യാജ പ്രചരണം, പെൺകുട്ടിയുടെ ഒരു AI ചിത്രമൊക്കെ പ്രചരിപ്പിച്ച്, ആ ചിത്രം എന്തായാലും പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നില്ല, ഒരു പെൺകുട്ടിയുടെ മരണത്തിന് ഈ പോലീസ് നടപടികൾ കാരണമായി എന്നുള്ളൊരു വ്യാജ പ്രചരണം, ഏതെങ്കിലും തരത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു വിടുക എന്നുള്ളതാണ് ഈ മൊത്തം ആസൂത്രിതമായൊരു പദ്ധതിയുടെ. ഇതൊരു ടൂൾ കിറ്റ് കിട്ടിയിട്ടുണ്ട്, ഇവർക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ടൊവിനോ ആയാലും. ടൊവിനോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഈ ടൊവിനോയുടെ ഭൂമിക വഹിച്ചിരുന്നത് പൃഥ്വിരാജായിരുന്നു. ഇപ്പോൾ കിട്ടേണ്ടത് കിട്ടി, ബോധ്യപ്പെടേണ്ടത് ബോധ്യപ്പെട്ടതോടുകൂടി അദ്ദേഹം ഒന്ന് ആ സ്ഥാനം ഒഴിഞ്ഞു. ഇനിയിപ്പോൾ ടൊവിനോയുടെ ആഗ്രഹം ഒരുപക്ഷെ ആ സ്ഥാനത്തേക്ക് കയറി ഇരിക്കുക എന്നുള്ളതായിരിക്കും, പൃഥ്വിരാജ് ഒഴിഞ്ഞിട്ട് പോയ സ്ഥാനത്തേക്ക് കയറി ഇരിക്കുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ പറയുന്നു, നാളെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയായി ടൊവിനോയുടെ ഒരു ചിത്രം പ്രഖ്യാപിക്കപ്പെട്ടാലും പ്രേക്ഷകർ അത്ഭുതപ്പെടരുത്, ഒരു സാധ്യതയുണ്ട്, ഒരു പ്രവചനം പോലെ പറയുകയാണ്. എന്തായാലും ഇതാണ് ഇന്നത്തെ ദിവസത്തെ ഓട്ടപ്രദക്ഷിണത്തിൻ്റെ ഒരു മൊത്തം റൗണ്ടപ്പ് എന്നൊക്കെ പറയില്ലേ. മൊത്തത്തിൽ ഈ പാറ്റ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ, പാറ്റ സമരത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ നടക്കുന്നു, ഏതൊക്കെ തരത്തിൽ രാജ്യ തലസ്ഥാനത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ ടൊവിനോ തോമസ് മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ളവർ ആസൂത്രിതമായ രീതിയിൽ തന്നെ ഒരു ഏകാത്മകമായ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നു. അതിൻ്റെ കാരണം രാജ്യത്തോടുള്ള പ്രബുദ്ധതയല്ല, ടൂൾ കിറ്റുകളാണ്, വരുമാനമാണ്. ടൊവിനോ തോമസിനെ പോലെയുള്ളവർക്ക് ഉദരനിമിത്തം ബഹിർഗത വേഷം. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും അത് തന്നെ. ആത്യന്തികമായി തൻ്റെ അധികാരവും തൻ്റെ സമ്പത്തും എല്ലാം സംരക്ഷിക്കാനായിട്ടും തനിക്ക് ജന്മാവകാശം പോലെ ലഭിക്കേണ്ട പ്രധാനമന്ത്രി പദം ലഭിക്കാത്തതിലുമുള്ള അമർഷമാണ് അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഈ ഇത്തരം പ്രകടനങ്ങളായി. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അവസാനം രക്തമല്ല മറ്റെന്തൊക്കെയോ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന അവസ്ഥയിൽ
പോലീസ് വണ്ടിയിൽ പോകുന്ന രാഹുൽ ഗാന്ധിയാണ് കണ്ടത്. രാജ്മോഹൻ ഉണ്ണിത്താനും രേണുക ചൗധരിക്കും അഭിനന്ദനങ്ങൾ. കാരണം കൃത്യമായിട്ട് കോൺഗ്രസ്സുകാരുടെ ഒരു ജാഗ്രത എങ്ങനെയാണ് എന്നുള്ളത് അവർ വെളിവാക്കി. കാരണം പോലീസുകാർ നടപടികളിലേക്ക് കടക്കുന്നു, ഗൗരവമേറിയ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് കണ്ട നിമിഷം തന്നെ അവർ ആ സ്ഥലത്ത് നിന്ന് മാറിക്കളഞ്ഞു. അത് ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞാണ്, ഞാനല്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു റൗണ്ട് അപ്പ്. ഓട്ടപ്രദർശനത്തിൻ്റെ ഈ ഒരു അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെച്ച് പ്രേക്ഷകരോട് ഒന്നൊന്നായി പറഞ്ഞത് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു ആസൂത്രിതമായ പദ്ധതി ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ ഉണ്ടായതുപോലൊരു കലാപം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. വരും ദിവസങ്ങളിൽ ഇന്ന് ഏഷ്യാനെറ്റിലെ തന്നെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പ്രോഗ്രാമിൽ മോദി തോറ്റു, പാറ്റകൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്ന കേന്ദ്ര സർക്കാർ ഇതിന് പുല്ലുവിലയാണ് കൊടുക്കുന്നതെന്നുള്ള രീതിയിലാണ്. പക്ഷേ സമരം വിജയിച്ചു കഴിഞ്ഞു കേട്ടോ എന്നൊക്കെ രീതിയിൽ നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ദിവസവും ഇനി അങ്ങോട്ടേക്ക് കുറേ ദിവസങ്ങളിലേക്ക് ഉണ്ടാകും. പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന, ശീതകാല സമ്മേളനം നടക്കുന്ന കാലത്ത് വരെ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കും ചിലപ്പോൾ പോകാം. ജന്തർ മന്ദറിൽ ഇപ്പോൾ തന്നെ പല ആംബുലൻസുകളും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. പഴയ കർഷക സമരത്തിൻ്റെ സമയത്ത് 60 ആംബുലൻസുകളാണ് തയ്യാറാക്കി നിർത്തിയിരുന്നത്. പോലീസ് വെടിവെപ്പിൽ മരിക്കുന്ന കർഷകരുടെ മൃതദേഹങ്ങളും വഹിച്ച് നിരനിരയായി വിലാപയാത്ര നടത്തുവാൻ വേണ്ടി. അത് നടന്നില്ല. ഇവിടെയും അങ്ങനെ സംഭവിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മരണങ്ങളോ, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരുത്തൻ വിഷമടിച്ച് മരിക്കുകയോ, അല്ലെങ്കിൽ ആരെങ്കിലും അവന്മാർ തന്നെ തല്ലിക്കൊല്ലുകയോ ചെയ്തിട്ട് അത് സർക്കാരിൻ്റെ തലയിലിടാനുള്ള ശ്രമങ്ങളും ഇനിയുള്ള ദിവസങ്ങളിലുണ്ടാകാം. ഡൽഹി പോലീസ് ഇപ്പോൾ പുലർത്തുന്ന ജാഗ്രത പുലർത്തിയാൽ അതുകൊണ്ട് കാര്യമൊന്നും നടപ്പിൽ വരില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ കൂടുതൽ സജീവമായി ഇനി രംഗത്തിറങ്ങുവാനുള്ള എല്ലാ സാധ്യതകളും ഇന്നത്തെ ദിവസം കൊണ്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ വസതി തന്നെ ആക്രമിക്കുവാനെന്നുള്ള ഒരു തയ്യാറെടുപ്പിൽ കോൺഗ്രസ് എംപിമാരും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ളൊരു സംഘം തുനിഞ്ഞിറങ്ങിയതോടുകൂടി എന്തായാലും മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പിറന്നാൾ ആശംസകൾ. രാഹുൽ ഗാന്ധിക്ക് എത്രയും പെട്ടെന്ന് വൃത്തിയുള്ളൊരു പാൻറ്റും മറ്റ് വസ്ത്രങ്ങളും അൻസാരികളും കോൺഗ്രസ് പ്രവർത്തകർ എത്തിക്കുക. ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവാണ്, മോശമാണ്. ഈ ഒരു ദുർഗന്ധമൊക്കെ വമിച്ചു തുടങ്ങിയാൽ അത് മോശപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിൽ ഭാരതീയർ ജാഗരൂകരായിരിക്കുക. വ്യാജ വാർത്തകളെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ഓട്ടപ്രദർശനത്തിൻ്റെ വിഷയം. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു വിഷയമല്ല, പല സംഭവങ്ങൾ ചേർത്തുള്ള ഒരു വലിയ വിഷയമാണ്. ആ വലിയ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പരമാവധി പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.